ആവണി അശോകിന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് മൂർത്തി പറഞ്ഞത് കേട്ടപ്പോൾ ആദിത്യന് ആകെ ടെൻഷനായി. എന്തിനാണ് അശോക് ആവണിയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചതെന്ന് അവന് നന്നായിട്ടറിയാം. അവന്റെ ക്യാബിനുള്ളിൽ ഒരു പ്രത്യേക മുറിയുണ്ട്. അതിനുള്ളിൽ അവൻ ഓരോ സമയം ഓരോ പെൺകുട്ടികളെയും കൊണ്ടുവന്ന് മുതലെടുക്കും. ഓഫീസിലുള്ള എല്ലാവർക്കും സത്യമറിയാമെങ്കിൽ പോലും അവരൊക്കെ അശോകിനെയും ശേഖരനെയും പേടിച്ച് മിണ്ടാതെ നിൽക്കും. എന്നാൽ ഇന്ന് അശോക് കമ്പനിയുടെ പുതിയ ഉടമ ആദിത്യനെ നേരിടാൻ പോവുകയാണ്. മൂർത്തി പറഞ്ഞത് കേട്ടപ്പോൾ ആദിത്യൻ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് അശോകിന്റെ ക്യാബിന് നേരെ നടന്നു. അവൻ പോകുന്നത് കണ്ടപ്പോൾ ഷാനവാസും പിന്നാലെ ചെന്നു. എന്നാൽ മൂർത്തി അയാളെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ സാറിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ സാർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളും. പിന്നെ ഒരു കാര്യം കൂടെ, സാർ ആരാണെന്ന റിയൽ ഐഡന്റിറ്റി ആരും അറിയാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയരുതെന്ന് ആദിത്യന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഷാനവാസിനോട് അവരെ ഫോളോ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. ഷാനവാസിന് കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ തലകുലുക്കി സമ്മതിച്ചു. ഓക്കെ സാർ. ആവണി അപ്പോഴേക്കും അശോകിന്റെ ക്യാബിന് മുന്നിലെത്തിയിരുന്നു. ആ ബിൽഡിംഗിന്റെ 5ാം നിലയിലായിരുന്നു അശോകിന്റെ ക്യാബിൻ. അശോക് വളരെ വൃത്തികെട്ടവനാണെന്ന് ആവണിക്ക് അറിയാമായിരുന്നെങ്കിലും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പെട്ടെന്ന് പോരുക എന്നതായിരുന്നു അവളുടെ തീരുമാനം. ഇതുപോലെ ഒരു ഓഫീസിൽ വെച്ച് അവനൊന്നും ചെയ്യില്ല എന്ന ധൈര്യം ആവണിക്കുണ്ടായിരുന്നു. ആവണി മുകളിലേക്ക് നടന്നു. ആദിത്യൻ അപ്പോഴും അങ്ങോട്ടെത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അശോക് ഇതിനകം തന്നെ തന്റെ കളി തുടങ്ങിയിരുന്നു. ആവണി നേരെ ചെന്ന് ക്യാബിനിൽ മുട്ടി. അതവളാണെന്ന് അശോക് മനസ്സിലാക്കിയിരുന്നു. അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ ഡ്രസ്സൊക്കെ ശരിയാക്കി ഒന്നുകൂടെ ശരിക്കിരുന്നുകൊണ്ട് പറഞ്ഞു, യെസ് കമിൻ. ആവണി അകത്തേക്ക് കടന്നതും അവനൊരു വഷളം ചിരി ചിരിച്ചു. ഓ ആവണി, കം സിറ്റ്. താൻ വിളിച്ചിരുന്നല്ലോ അല്ലേ? ഞാനത് വിട്ടുപോയിരുന്നു. അശോക്, അപ്പോൾ ക്യാഷ്? യാ അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തരാമെന്ന് പറഞ്ഞതല്ലേ. ആദ്യം ആവണി ഇരിക്കേ. അശോകിന് അവളെ കുറച്ചു സമയം അവിടെ കിട്ടണമായിരുന്നു. ആവണി പേടിയോടെ അവന്റെ അടുത്തേക്ക് നടന്നു. ആവണി അശോകിന്റെ മുന്നിൽ ഒരു മനോഹരമായ സോഫയിൽ ഇരിക്കുമ്പോൾ അവൻ ഒരു ഗ്ലാസ് റെഡ് വൈനുമായി അവന്റെ ചെയറിലിരുന്നു. അവൾ ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അവനോട് വിശദീകരിച്ചിരുന്നു. എങ്കിലും അവിടെ ഇരുന്നപ്പോൾ അവൾ ഒന്നുകൂടെ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അശോക് ശ്രദ്ധയോടെ അതെല്ലാം കേട്ടു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ നോട്ടം അവളെ അസ്വസ്ഥയാക്കുന്ന വിധത്തിൽ അവളുടെ ദേഹത്താകെ ഇഴഞ്ഞു. അവൾ തല താഴ്ത്തി നിന്നു. എന്റെ ആവണി, ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ട് താൻ ഇപ്പോഴാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത്? ആദ്യം തന്നെ എന്നെ വിളിക്കണ്ടേ? ലുക്ക് അറ്റ് യു. ആകെ സ്ട്രെസ് എടുത്ത് ഒരു കോലമായി. പണ്ട് കോളേജിൽ ഞാൻ കണ്ടിരുന്ന ആവണി എന്തൊരു എനർജറ്റിക് ആയിരുന്നു. തനിക്കിപ്പോ വേണ്ടത് ഒരു ബ്രേക്കാണ്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ താനിതൊന്ന് കുടിക്കേ ആൻഡ് റിലാക്സ് മാൻ. അതും പറഞ്ഞ് അശോക് ആ വൈൻ ഗ്ലാസ് അവളുടെ നേരെ നീട്ടി. ഞാൻ കുടിക്കില്ല അശോക്, അവൾ മടിച്ചു മറുപടി പറഞ്ഞു. താൻ എന്താണ് ഈ പറയുന്നത്? ഇത്രയും ദൂരം വന്നിട്ട് എനിക്കൊരു കമ്പനി പോലും തരില്ലേ? ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വൈനാണ്, സ്പെഷ്യലി ഫോർ യു. ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ വളരെ കുറവാണ്. കമോൺ ആവണി, ഒരു സിപ്പ് എടുക്കുക. ഐ എം ഷുവർ യു വിൽ ലവ് ഇറ്റ്. നോ അശോക്, എനിക്ക് ചെക്കുമായി എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എത്തണം. അവിടെ അവരെല്ലാം കാത്തിരിക്കുകയാണ്. അശോക് പുഞ്ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്തു. യെസ് തൻ്റെ അച്ഛൻ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലേ? ഞാൻ ഇപ്പോൾ തന്നെ ചെക്കിൽ ഒപ്പിടാം. പക്ഷേ താൻ എന്നോടൊപ്പം ഇരുന്ന് ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവും. സോറി അശോക്, ഞാൻ കഴിക്കാത്തത് കൊണ്ടാണ്. പിന്നെ ക്യാഷ് ഞാൻ എത്രയും വേഗം തിരികെ തരാൻ നോക്കാം. അവൾ മെല്ലെ വിഷയം മാറ്റാൻ നോക്കി. ഏയ്, പണം എനിക്കൊരു പ്രശ്നമല്ല. അതൊക്കെ താൻ സാവധാനം തന്നാൽ മതി. ഇതിനൊക്കെ അല്ലേ ഫ്രണ്ട്സ്? അവൻ്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു. ആവണി സോഫയുടെ മൂലയിലേക്ക് ചുരുങ്ങിപ്പോയി. അവളുടെ നെഞ്ചിൽ പടപട എന്നിടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം അവളെ തഴുകി. അവൻ്റെ കൈ മെല്ലെ അവളുടെ കവിളിലേക്ക് ഉയർന്നു. എന്നാൽ ആവണി മെല്ലെ മുഖം മാറ്റി. അശോക്, നോ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ആവണി, ഇന്ന് തൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നത് തടയാൻ എനിക്കല്ലാതെ ആർക്കും കഴിയില്ല. അവളുടെ മനസ്സിൽ അവളുടെ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു. ആ നിമിഷം ആദിത്യൻ കൂടെ ഇല്ലാത്തതിന് ആവണി നിശബ്ദമായി മനസ്സിൽ സ്വയം ശപിച്ചു. കമോൺ, ഇതൊരു ഡ്രിങ്ക് അല്ലേ? ഇത് വാങ്ങിയിട്ട് ദേ ഈ ചെക്കെടുക്ക്. ഇതിലെന്താണ് ഇത്രയധികം ആലോചിക്കാനൊക്കെ ഉള്ളത്? അപ്പോൾ അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇത് കുടിച്ചാൽ നീ എനിക്ക് ക്യാഷ് തരുമോ? ഓ ഷുവർ, നോ ഡൗട്ട്. അവൻ്റെ കണ്ണുകൾ ആവണിയുടെ കാലുകളിലൂടെയും ചുണ്ടുകളിലൂടെയും ഓടി നടന്നു. പിന്നെ കയ്യിലുള്ള ഗ്ലാസ് അവളുടെ മുഖത്തേക്ക് നീട്ടി. ആവണി അതിനായി കൈനീട്ടുമ്പോൾ അവളുടെ വിരലുകൾ വിറച്ചു. അവളുടെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ അവൾക്കത് ചുണ്ടിലേക്ക് ഉയർത്താൻ കഴിയുന്നതിന് മുമ്പ് വാതിലിൽ ഒരു വലിയ മുട്ട് കേട്ടു. അശോകിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പോയി വാതിൽ തുറന്നു. ആദിത്യനായിരുന്നു അത്. ആവണിയുടെ കയ്യിലുള്ള വൈൻ ഗ്ലാസ് കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ജ്വലിച്ചു. അശോക് അവനോട് ചോദിച്ചു, നീ ആരാണ്? നീ എങ്ങനെ അകത്ത് കയറി? ആദിത്യനാണ് അതെന്ന് കണ്ടപ്പോൾ ആവണി അത്ഭുതത്തോട് ചോദിച്ചു, ആദിത്യൻ, നീ ഇവിടെ എങ്ങനെ? അപ്പോൾ ആദിത്യൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ നിന്നെ. എന്നാൽ അവൾ അവന്റെ നേരെ നോക്കി പൊട്ടിത്തെറിച്ചു.
നിനക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നി? ഞാനൊരു സഹായത്തിനാണ് ഇവിടെ വന്നത്. അശോക് എനിക്ക് പണം തരാമെന്ന് സമ്മതിച്ചതുകൊണ്ട് വന്നതാണ്, അല്ലാതെ ഇവിടെ മറ്റൊന്നുമല്ല. എന്നാൽ ആദിത്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആവണി, നിനക്കവനെ ശരിക്കറിയില്ല, മതി. ദേഷ്യത്തോടെ അശോക് മുന്നോട്ട് നടന്നു. നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയോ? എന്നാൽ ആവണി വേഗം അതിലിടപെട്ടുകൊണ്ട് പറഞ്ഞു, 1 സെക്കൻഡ് അശോക്, ദിസ് ഇസ് മൈ ഹസ്ബൻഡ്. അത് കേട്ടതും അശോക് ആദിത്യനെ അടിമുടി ഒന്ന് നോക്കി. ഓ, അപ്പോൾ ഇതാണ് ആ ഭാര്യ വീട്ടിൽ ഉണ്ടുറങ്ങി കഴിയുന്നവൻ അല്ലേ? ഇവനോട് ഇപ്പോൾ തന്നെ എന്റെ കാലിൽ വീണ് സോറി പറയാൻ പറ, അല്ലെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല. അശോക് ആദിത്യനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. 3 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലുള്ള ഒരുത്തൻ എന്റെ ക്യാബിനിൽ കയറാൻ ശ്രമിച്ചതാണ്. അവന്റെ കുടുംബം ഇപ്പോഴും അവന്റെ ഡെഡ് ബോഡി തിരഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് അവസാനമായി അവന്റെ മുഖം പോലും കാണാൻ കഴിഞ്ഞില്ല. സൂക്ഷിച്ചും കണ്ടും പെരുമാറിയാൽ നിനക്ക് നല്ലത്. അപ്പോൾ ആവണി പേടിയോടെ ആദിത്യനോട് യാചിച്ചു. ആദിത്യൻ, നീ വേഗം തന്നെ അശോകിനോട് സോറി പറ. എന്നാൽ ആദിത്യന് യാതൊരു പേടിയുമില്ലായിരുന്നു. എന്തിന്? ഞാൻ എന്തിന് ഇവനോട് സോറി പറയണം? ഇവന്റെ ഭീഷണിയൊക്കെ വെറുതെയാണ്. ഈ നായ കുരയ്ക്കും, പക്ഷെ കടിക്കില്ല. നായയോ? അശോകിന് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അവൻ ആദിത്യന്റെ കോളറിൽ പിടിച്ചു. എടാ, എന്നാ ഈ നായ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് ആര്യയോ ഡയൽ ചെയ്തു. ഇൻസ്പെക്ടർ, മീറ്റോർ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അശോക് ചന്ദ്രനാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ എന്റെ ഓഫീസിലേക്ക് വരണം. എനിക്ക് ഒരുത്തനെ ഒന്ന് പെരുമാറാനുണ്ട്. അവൻ ഫോൺ കട്ട് ചെയ്ത് ആവണിയിട്ട് നേരെ തിരിഞ്ഞു. ആവണി, ഇനി ആ ചെക്കിന്റെ കാര്യം മറന്നേക്ക്. പിന്നെ ദേ ഇവൻ ഇന്നത്തോടെ ജയിലിലേക്ക് പോവും. പിന്നെ ഈ രാത്രി നീ എന്റെ കൂടെ ആവും മോളെ. അതുകൂടെ കേട്ടപ്പോൾ ആദിത്യന്റെ ക്ഷമ നശിച്ചു. തന്റെ മുമ്പിൽ വെച്ച് തന്റെ ഭാര്യയെപ്പറ്റി ഒരാൾ അനാവശ്യം പറഞ്ഞാൽ ഏതൊരാൾക്കും സഹിക്കില്ല. അവൻ അശോകിന്റെ കോളറിൽ പിടിച്ച് അവന്റെ മുഖത്ത് ശക്തമായി അടിച്ചു. നീ എന്നെ തല്ലിയല്ലേ? നീ തീർന്നടാ! അശോക് അലറി. പക്ഷേ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാതിൽ വീണ്ടും തുറന്നു. ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം അകത്തേക്ക് കയറി. അവരെ കണ്ട അശോക് അലറി. അച്ഛാ, ഈ നായ എന്നെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് അശോക് ശേഖരനെ ശരിക്കും നോക്കിയത്. കോൺസ്റ്റബിൾമാർ ശേഖരന്റെ കൈകളിൽ വിലങ്ങിട്ട് പിടിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവന്റെ ശബ്ദമിടറി. എന്താണ് പുറത്ത് സംഭവിച്ചതെന്ന് അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവന് കാര്യം മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ 2 കോൺസ്റ്റബിൾമാർ കൂടി അവനെ പിടിച്ച് മുട്ടുകുത്തിച്ചു. അശോക് ആകെ അമ്പരന്നു. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് ഭ്രാന്താണോ? എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഞാനല്ലേ നിങ്ങളെ വിളിച്ചത്? അശോക്, ജനങ്ങളുടെ ക്യാഷ് തട്ടിയെടുത്തതിനും അവരെ വഞ്ചിച്ചതിനും നിരപരാധികളായ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതിനും ഞാൻ നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യുന്നു. ഇൻസ്പെക്ടർ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അശോക് ഞെട്ടലോടെ ശേഖരനെ നോക്കി. ശേഖരൻ തല കുനിച്ചു നിന്നു. ആവണി ആകെ അമ്പരന്ന് നിൽക്കുമ്പോൾ ആദിത്യന്റെ കണ്ണുകൾ ആ വൈൻ ഗ്ലാസിലേക്ക് തിരിഞ്ഞു. ഇൻസ്പെക്ടർ, ഞാൻ വന്നപ്പോൾ അശോക് എന്റെ ഭാര്യ ഇത് കുടിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. ഇതിൽ ഡ്രഗ്സ് കലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കണം. ഇൻസ്പെക്ടർ ആ ഗ്ലാസ് വാങ്ങി അതിൽ നിന്ന് കുറച്ച് തന്റെ കർച്ചീഫിൽ ഒഴിച്ചു. ഉടൻ തന്നെ അത് കടും നീലയായി മാറി. താങ്കളുടെ സംശയം ശരിയാണ് ആദിത്യൻ. ഇതിൽ വളരെ അപകടകരമായ ഡ്രഗ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ, ഈ തെളിവെടുത്ത് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. അശോക് കുതറി നോക്കിയെങ്കിലും കോൺസ്റ്റബിൾമാർ അവനെയും ശേഖരനെയും പുറത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. എല്ലാവരും പോയപ്പോൾ ആദിത്യനും ആവണിയും അവിടെ ഒറ്റയ്ക്കായി. ക്യാബിൻ അപ്പോൾ പൂർണ്ണ നിശബ്ദതയിലായിരുന്നു. സത്യം മനസ്സിലാക്കിയ ആവണിക്ക് ദേഹം കുഴയുന്നത് പോലെ തോന്നി. ആദിത്യൻ വേഗം തന്നെ ചെന്ന് അവളെ പിടിച്ചു. ആവണി തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആദിത്യനെ നോക്കി. ആദിത്യ, ഐ ആം സോറി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണുനീർ തുടച്ചു. ഏയ്, എന്താ ഇത്? കരയാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. നീ ഓക്കെ അല്ലേ? അശോകിനും അവന്റെ അച്ഛനും അവർ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ കിട്ടും. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവർ തകർത്തിട്ടുണ്ട്. ആവണി മൂളി. പക്ഷേ ഇനി എവിടെ നിന്ന് പണം ഒപ്പിക്കുമെന്ന് ആലോചിച്ച് അവൾ ടെൻഷനോടെ സോഫയിലേക്ക് വീണു. ആദിത്യൻ അപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും 30 ലക്ഷത്തിന്റെ ഒരു ചെക്ക് എടുത്ത് അവളുടെ നേരെ നീട്ടി. നോക്ക്, നിന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവണി അമ്പരപ്പോടെ ചോദിച്ചു. ഇതെങ്ങനെ? ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി?